തിരൂർ പുഴയുടെ തീരത്തുള്ള ഒരു മുളകളെ സംരക്ഷിച്ചിരിക്കുന്ന, പരിസ്ഥിതിയെ സംരക്ഷിച്ചിരിക്കുന്ന പ്രകൃതി മനോഹരമായ ഒരു നൂർ ലേക്കിലാണ് നാം നിൽക്കുന്നത്. പേര് നൂർ ലേക്ക്. ഇവിടെ പല പല കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പുറത്ത് ഇതിങ്ങനെ വെക്കാനല്ലേ ഫുള്ള് കണക്റ്റഡ് ആണ്. അങ്ങേ ഭാഗത്തുള്ള കണക്റ്റഡ് ആയിട്ട് കിടക്കണം. പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. ഇത് പറഞ്ഞാൽ മുള്ളില്ലാതെ മുള്ളു വരുന്നുണ്ടോ? ആ ഒറിജിനൽ അല്ല, വേറെ തൊണ്ണൂറ്റിയഞ്ച് വരെ 1995 വരെയും കൃഷി ചെയ്തിരുന്ന ഭൂമി തന്നെയായിരുന്നു. അത് നെൽകൃഷി ചെയ്തിരുന്ന, ഉപ്പുവെള്ളം കയറുന്ന, ഒരു പൂല് കൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമിയായിരുന്നു. പിന്നീട് പണിക്ക് ആളെ തിരൂർ പൊന്നാനിപ്പുഴയുടെ തീരത്താണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അത് പച്ചാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ അതിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രദേശമായത് കാരണം ഒരു പൂല് കൃഷി ചെയ്യും. പിന്നീട് അങ്ങനെ അവിടെ കിടക്കും. പിന്നീട് അവസാനമായപ്പോൾ തന്നെ പണിക്കൊന്നും ആളില്ലാത്തൊരവസ്ഥ വന്നപ്പം പിന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെ ഇതിനോടൊക്കെ ചെടിയോടും മരങ്ങളോടൊക്കെ ഉള്ള ഒരു താല്പര്യം കാരണം അത് വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ ആ സ്ഥലത്തിന് വിനിയോഗിച്ച്, അത് 12 ഏക്കറോളം സ്ഥലമുണ്ട്. ഞങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയാണ്. പിന്നെ അങ്ങനെ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ അന്ന് ഇത് വെക്കുന്ന സമയത്ത് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല, ഒരു വട്ടനായിട്ടേ കണ്ടിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്നിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും നമ്മളോട് നല്ല സഹകരണത്തിലാണ്. ഒരു പുതിയൊരു മുളൻ്റെ തൈ വന്നാൽ അതൊക്കെ എനിക്ക് തന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് സെൻറ്ററിൻ്റെ അതിൽ KFRI. അങ്ങനെ അവരായിട്ടൊക്കെ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് മുള്ളുണ്ടാവില്ല. പിന്നെ അത്യാവശ്യം എല്ലാ ഉപയോഗത്തിനും പറ്റിയ ഒരു മുള തന്നെ അത്. പിന്നെ ഇത് ഈ കാണുന്നത് ഉങ്ങിൻ്റെ മരമാണ്. ഇത് മാഞ്ചിയം, പിന്നെ നമ്മൾ പന, നമ്മൾ ആനക്കൊക്കെ ഉപയോഗിക്കണ പന, പിന്നെ അതിൻ്റെ അപ്പുറത്ത് പല ചെടികളുണ്ട്. പിന്നെ അങ്ങേ ഭാഗത്ത് പുഴയാണ്. അവിടെ ഉള്ള കണ്ടലിൻ്റെ ചെടികൾ പരമാവധി കൊടുന്ന് നട്ടിട്ടുണ്ട്. പല തരം കണ്ടലുകളുമുണ്ട്. പിന്നെ ഉയരത്തിൽ കാണുന്ന മരം മറ്റേ മാധവിക്കുട്ടിൻ്റെ പിന്നെ കമല സുരയ്യ, അതിൻ്റെ പേരിലറിയപ്പെടുന്ന ഒരു മറ്റേ നീർമാതളം, അതാണ് ആ മരമാണ് ഈ വലിയ ഇലുള്ളത് കേട്ടോ. മറ്റേത് മെയ്ഫ്ലവർ, അതായത് ഗുൽമോഹർ, മറ്റേതൊരു ആല് വർഗത്തിൽപ്പെട്ട ഒരു മരത്തിൻ്റെ ചെടിയാണ് ഇത്. പിന്നെ ഇതിന് പടർന്നിട്ടുള്ള വള്ളി അറിയാമല്ലോ എല്ലാവർക്കും, മറ്റേ എന്താണ് പറയുക, സദാവരി. ഇത് അശോകം. ഇതിൻ്റെ വലിയ മരം അപ്പുറത്തുണ്ട്. പിന്നെ ഇവിടെ ഉപ്പുവെള്ളം കയറുന്ന പ്രദേശമായത് പിടിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സപ്പോർട്ടാണ്, എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട് ഔഷധ മരങ്ങൾ. പിന്നെ ഇത് ഡിവി എന്ന് പറഞ്ഞിട്ടുള്ള മരമാണ്. മറ്റേതൊക്കെ ആല് വർഗത്തിൽപ്പെട്ട മറ്റൊരു മരമാണ്. അങ്ങനെ കണ്ടുപോകണമെങ്കിൽ പോവാം. അതൊക്കെ ഇതാണ്, മാഞ്ചിയങ്ങളാണ്. അതായത് പിന്നെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പിന്നെ കുറച്ച് ഗാർഡൻ ഏരിയ ഉണ്ട്. ഇത് ഒക്കെ കുഴിച്ചതാണ്. അത് ഉപ്പുവെള്ളം കയറുന്ന പ്രദേശമാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് മണ്ണ് കോരിയിട്ട് ഇങ്ങോട്ട് കരയിലിട്ട് അതിൻ്റെ മേലെ കുറച്ച് നല്ല മണ്ണ് ഇട്ടും കൊണ്ട് മറ്റുള്ള അതിൽ പിടിക്കൂല ആ മണ്ണില്ലേ, അത് കാരണം ചെയ്തതാണ്. കുളം പോലെ ആക്കിയതാണ്, തടാകം ഉണ്ടാക്കി തന്നെയാണ്. കൃത്യമായിട്ട് 2-3 ഏക്കറോളം സ്ഥലം കുഴിച്ച് തടാകം ആക്കിയിട്ടുണ്ട്, വെള്ളം ശേഖരിച്ച് വെക്കലും അകലൊക്കെ കൂടി ആയിട്ട്. പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ടുള്ള പല ചെടികൾ ഇവിടെ ഉണ്ട്. ആ വള്ളി നമ്മളെ മുതലക്കുടം എന്ന് പറയുന്ന വള്ളിയാണ് അതിൻ്റെ മേലൊക്കെ പടർന്നിട്ടിരിക്കുന്നത്. ഒക്കെ നമ്മളിവിടെ സ്വാഭാവികമായിട്ടുള്ള സാധനം തന്നെയാണ്. തോന്നിപ്പോൾ ഇതിൽ ശരിക്കും വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഒരു പൈപ്പ് വഴിയാണ് പുഴയായിട്ട് കണക്റ്റ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ട് നിൽക്കും. പിന്നെ ഉപ്പുവെള്ളത്തിൽ എല്ലാ മരങ്ങളും പിടിക്കില്ല. പക്ഷേ
ഈ ഈ ഇലഞ്ഞി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇലഞ്ഞിപ്പൂവ്, അത് മരമാണിത്. ഇത് ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ആരാണ് സാഹിത്യകാരൻ സുരേന്ദ്രൻ സാർ ആരാണ് ഇതിലേക്ക് ഒന്ന് വെച്ചതാണെന്ന്. പിന്നെ ഇങ്ങനെ ഓരോ മരങ്ങളുണ്ട്. പിന്നെ ഇതിപ്പോൾ പുതിയ കിട്ടിയ ഒരു വെറൈറ്റി മുളയാണ്. അപ്പോൾ അത് ഞാൻ ചെറുതായി വരുമ്പോൾ അതിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ വളരൂല. അപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ വരുമ്പോൾ അതിങ്ങനെ കമ്പടിച്ച് നഷ്ടപ്പെടുത്തേണ്ട എന്നുള്ള നിലക്ക് പിന്നെ ഇത് ചെയ്തതാണ്. പിന്നെ ഇത് കായാമ്പൂ എന്ന് പറയുന്ന, തായമ്പൂ എന്നൊക്കെ പറയില്ലേ, അതാണ്. അതൊരു പാട്ടിലൊക്കെ കേട്ടില്ലേ, അത് നീലപ്പൂവായിട്ടുള്ള പൂവൊക്കെ കഴിഞ്ഞ് കായ ആയിട്ടുള്ള അവസ്ഥയിലാണ്. നിറയെ പൂക്കളായിരിക്കും ആ സമയത്ത്. പിന്നെ ഇത് വേറൊരു മുളയാണ്. പിന്നെ എന്താ പറയുക, ഗോൾഡൻ ബാമ്പു എന്നൊക്കെ പറയണ മുളയാണത്. പിന്നെ ഇവിടെ പരമാവധി പിടിക്കണ എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. ഇതൊക്കെ പിന്നെ ഫലവൃക്ഷങ്ങളായിട്ടുള്ള മാവുണ്ട്, ഇതുണ്ട്. പിന്നെ ഇത് രുദ്രാക്ഷം എന്ന് പറയുന്ന മരമാണ്. വെറുതെ വെച്ച് നോക്കി മാത്രം, ഉണ്ടാവും, ഉണ്ടാവാതിരിക്കൊന്നുമില്ല. പിന്നെ ഞാവല്, പുളി, അങ്ങനെയുള്ള പല ചെടികളും. ഇത് പിന്നെ ഇതിനിപ്പോൾ പറയണത് ഡ്രാഗൺ ബാമ്പു എന്നാണ്. ഒരു വെളുത്ത ഇലയായിട്ട് ഉള്ള ഒരു മുള, ഒരു വെറൈറ്റി മാത്രം, ഒരു വെരിഗേറ്റഡ് സാധനം എന്ന് മാത്രം. പിന്നെ പുളിമരം, പിന്നെ മുളകൾ, അത് പല സൈസ് മുളകളും ഉണ്ട്. അതായത് ഒന്ന് ലാത്തിമുള എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ നീണ്ടു പോയിട്ടുള്ളത്, അത് അപ്പുറത്ത് കാണാം. പിന്നെ അത് കൊമേഴ്ഷ്യലായിട്ട് നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഈ പന്തലിൻ്റെ, തോട്ടിൻ്റെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മുളയാണ് ഇത്. അത് ഒരു പൗണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ഇതാണ് ലാത്തിമുള എന്ന് പറഞ്ഞാൽ. ഒരു ഇതിൽ സ്ട്രൈറ്റ് ആയിട്ട് പോകും, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, ജനങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാവുന്ന, ഒരു വീട്ടുവളപ്പിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു സാധനമാണത്. പക്ഷെ തൈ അത് കൂടുതൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. കാരണം അതൊന്നും വിത്തിൽ നിന്നുണ്ടാവുന്ന തൈയല്ല. ഒന്നിരിക്കലോ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൂടെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഒന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ. പിന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണ മുളയാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കണ വേറെ സാധനം. അത് അതിൻ്റെ പേര് സയാൻ മിൻസിസ് എന്നാണ് പറയുക. ചെറിയ ഇല ആയിട്ട് ഒരു അലങ്കാരത്തിന് വേണ്ടി വെക്കാൻ പറ്റിയ, അത് ഭയങ്കര ഹൈറ്റിൽ പോവില്ല, നല്ല ഉറപ്പുള്ള മുള തന്നെയാണ്. ഇത് ടൂൾഡ എന്നാണ് ഈ മുളക്ക് പേര് പറയണത്. ഇതും അത്യാവശ്യം നല്ല കരുത്തുള്ള, തോട്ടി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുള തന്നെയാണ്. വലിയ വണ്ണം വെക്കൂല, ഒരു 1.5 ഇഞ്ച് വണ്ണം വരെ കാണുന്നുള്ളൂ. അതിൽ വണ്ണം വെക്കണ ടൂൾഡ ഉണ്ട് കേട്ടോ. മഴ വരണുണ്ടോ? മഴ പണി വരും. പിന്നെ ഇപ്പം മാവും ഇതൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, ഒരു രസം. പറയാം അങ്ങോട്ട് മഴ ഇത് പിന്നെ ആ അവിടെ കണ്ട മാവ് ഒരു പിന്നെ എന്താണ് സ്മൃതിലയം എന്താ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഒരിക്കലും അവരെ ഒരു ഒത്തുകൂടലിന് ഓർമ്മകൾക്കായിട്ട് വെച്ചതാണ്. ഞാനതിനെ സംരക്ഷിച്ച് ഇപ്പോൾ നല്ല വലിയൊരു മരമായി മാറി. അതേപോലെ ഇപ്പോൾ ഇന്നലെ വെച്ചതാണ് ഈ ഒരു മാവ്. ഹരിദാസ് ഏട്ടൻ്റെ സി ഹരിദാസ് MP ഒരാൾ അതിൽ വെച്ചതാണ്. അങ്ങനെ ഓരോരുത്തർ ഇത്. അതേപോലെ ഒരു കോഴിക്കോടുള്ളൊരു ടീം ചിലപ്പം മരം ഞാൻ തന്നെ കൊടുക്കും. പിന്നെ അത്
കോഴിക്കോടുള്ളൊരു ടീമായത് പേര് ഓർക്കണില്ല. അവരിതേമാതിരി ഒരു ഒത്തുകൂടലിന് വെക്കാൻ എന്തെങ്കിലും ഒരു ഇത് വെക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അവിടെ വെച്ചാൽ അവരെ കൊണ്ട് വെപ്പിച്ചാണ്. അങ്ങനൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഒരു ഇതും കൂടി നിൽക്കും. അതുവഴി പ്രകൃതിയുടെ സംരക്ഷണം കൂടിയാവും. അങ്ങനെ ചെയ്യുമായിരുന്നു. സേഫായിട്ട് ഒരു വേരിനെ പോലും ചതൽ ഏൽപ്പിക്കാതെ നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അതൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? പലപ്പോഴും നിങ്ങളത് പൊട്ടിയിട്ടുണ്ടാവും. തൈ മാത്രമായിട്ട് കയ്യിൽ വന്നിട്ടുണ്ടാവും. അപ്പം അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് വളരെ നന്നായിട്ട് ആ കുഴിയിൽ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് ഒരു കുഴി മാത്രം എടുക്കുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ ഈ കാണിച്ച പോലെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒരു ബ്ലേഡ് കയ്യിൽ വേണം. ഒരു 3-4 ബ്ലേഡ് കയ്യിൽ വെക്കുക. ഇതേപോലെ വെച്ച് പിടിപ്പിക്കുക. എന്നാ പ്രസിഡന്റ് വെച്ചോളൂ. പിടിച്ചോളൂ. ഒരു കൈ വെക്കുക. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു തൈ അങ്ങനെ വെക്കട്ടെ. വെക്കട്ടെ. മണ്ണ് വലിച്ചിട്ടുള്ള മുള ശരിക്കും ഈ സോയിൽ സ്റ്റേബിൾ ആകാനേ നല്ലോണം സഹായിക്കുന്നതാണ്. പെട്ടെന്ന് പൊങ്ങി വരുമല്ലോ. റൂട്ട് ഹോൾഡ് ചെയ്യും. സാധാരണ മുളയാണ്. പറയാലല്ലേ, നമ്മള് പ്രകൃതിയെ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള വനം വകുപ്പ് വന മഹോത്സവം സംഘടിപ്പിച്ചു. അതിന്റെ ഭാഗത്ത് മുളത്തൈ നട്ടു. ഇനി പ്രകൃതിയെ പുഴകളൊക്കെ സംരക്ഷിക്കൽ നമുക്ക് അത്യാവശ്യമാണ്. പുഴ നമ്മളെ ജീവനാഡിയാണ്. അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വന മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇന്നൊരു കൂടുതൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വന മഹോത്സവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമ്മുടെ ജൂലൈയിലാണ് ഈ വനമഹോത്സവം കൊണ്ടുവന്നത്. ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ കുട്ടികളും എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ച് ഈ ഇതിലേക്ക് അവരെയും കൂടി വരുത്തണം. അപ്പൊ വരും തലമുറകൾക്കും ഈ നമ്മുടെ കാലാവസ്ഥ തന്നെ വ്യതിയാനം തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ വനങ്ങൾ വെച്ച് പിടിപ്പിച്ചേ മതിയാവും. അതുപോലെ എല്ലാം നമുക്കിത് ചെയ്താൽ മതിയാവും. അപ്പൊ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. 1 ലക്ഷത്തോളം ഞാൻ സൈനുലാബ്ദീൻ സോഷ്യൽ ഫോറസ്റ്റ് DF ആണ്. പിന്നെ ഹരിത കേരളത്തിൻ്റെ സപ്പോർട്ടോടുകൂടി വനംവകുപ്പ് 1 ലക്ഷത്തിൽ പരം തൈകൾ ഇപ്രാവശ്യം മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കുകയുണ്ടായിട്ടുണ്ട്. മലപ്പുറത്തും നിലമ്പൂർ റേഞ്ചിലുമായിട്ടാണ് 50,000 തൈകൾ വീതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 3000-ഓളം മുളകളും നമ്മൾ ഉണ്ടാക്കുകയുണ്ടായിട്ടുണ്ട്. ഈ മുളകളൊക്കെ ഒരു നദീതട സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് നദീതടം ഉൾക്കൊള്ളുന്ന വിവിധ പഞ്ചായത്തുകളിലേക്ക് അവ കൊടുക്കുകയാണ്. അപ്പോൾ ഈ വനമഹോത്സവത്തിന്റെ സന്ദർഭത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു നദീതട സംരക്ഷണ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ തൈകൾ എല്ലാം വിവിധ നദിയുടെ ഓരങ്ങളിൽ പല സ്ഥലങ്ങളിലും വെച്ച് പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നദീതടം വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു 5 പഞ്ചായത്തുകളിൽ ഇന്ന് ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവൃത്തിയായിട്ട് പല പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നതാണ്.